Dear students, we continue our discussion on vector calculus. In this video, I will discuss one problem which is based on the vector transformation. Now we look at a problem which is very important. Question Kannur യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിലുള്ള ഹിൻഡ് ബ്രാക്കറ്റിലുള്ള ഹിൻഡ് നിങ്ങൾക്ക് തരില്ല. സോ യു ഹാവ് ടു understand what is the question properly. Okay, so this hint will not be given for the exam. Okay, the question is this: the prove that the two-dimensional rotation matrix preserves dot product. Preserve dot product എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ ഒരു കോർഡിനേറ്റ് റൊട്ടേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മാറുന്നില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ യു ടേക്ക് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, A is having components like A equal to AX, AY and AZ. So these are the components of A, and B is having BX, BY and BZ. Okay, ഈ രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് AX BX പ്ലസ് AY BY പ്ലസ് AZ BZ. അപ്പം ഇങ്ങനെയുള്ള എക്സ്പ്രഷനാണ് കിട്ടുക. Okay, so basically you will get this expression. Okay, and ഈ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്താലും ന്യൂ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ എക്സ് ബാർ ബി എക്സ് ബാർ പ്ലസ് എ വൈ ബാർ ബി സെഡ് ബാർ പ്ലസ് എ സെഡ് ബാർ ബി സെഡ് ബാർ. അപ്പം ദിസ് എക്സ്പ്രഷൻ ഷുഡ് ബി ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലും പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മാറുന്നില്ല എന്നാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ടു ഡയമെൻഷണൽ റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കൺസിഡർ ചെയ്ത റൊട്ടേഷൻ മെട്രിക്സ് ടു ഡയമെൻഷൻ കേസ് എടുത്താൽ മതി. ദാറ്റ് മീൻസ് ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന മെട്രിക്സ്, റൊട്ടേഷൻ മെട്രിക്സ്, ടു ഡയമെൻഷണൽ റൊട്ടേഷൻ മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കമ്പോണൻസ് എടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എക്സ് ആക്സിസിലുള്ള റൊട്ടേഷനാണ്. അതുകൊണ്ട് റൊട്ടേഷൻ മെട്രിക്സ് ടു ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ എക്സ് ബാറും എ എക്സ് ബാർ ഈക്വൽ ടു എ ആണ്, എ എക്സ് ആണ്. അതുപോലെ ബി എക്സ് ബാർ ഈക്വൽ ടു ബി ആണെന്നറിയാം. അപ്പം ആ രണ്ട് കമ്പോണൻസ് ഓൾവേസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ശരിക്കും എ എക്സ് ബി എക്സ് ഉണ്ട്, അതുപോലെ തന്നെ എ എക്സ് ബാർ ബി എക്സ് ബാർ ഉണ്ട്. ഓക്കെ, സോ ആ രണ്ട് കമ്പോണൻസ് ഓൾറെഡി ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ആ കമ്പോണൻസ് എടുക്കുന്നില്ല. കാര്യം ഇവിടെ ഈ രണ്ട് സൈഡിലും അത് സബ്ട്രാക്ട് ചെയ്ത് പോകും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ വൈയും ഇസഡ് കമ്പോണൻറ്റ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഈ കമ്പോണൻറ്റ് മാത്രം എടുക്കുക, എ വൈ ബാർ ബി വൈ ബാർ പ്ലസ് എ ഇസഡ് ബാർ ബി ഇസഡ് ബാർ. ഓക്കെ, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഓൾസോ കൺസിഡർ can also write actually ax bar dot product in the in the new coordinate system, that is ax bar bx bar plus. Okay, so this is equal to along with this you will be having ax bx ഓക്കെ. അപ്പോൾ ഇനി എ എക്സ് ബാർ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കുക. അപ്പോൾ എ എക്സ് ബാർ ട്രാൻസ്ഫോം ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? കോസ് 5 എ വൈ പ്ലസ് സൈൻ 5 എ ടു എ ഇസഡ്. എ ടു അല്ല എ ഇസഡ് ആണ് കേട്ടോ. ബിക്കോസ് ഇത് നിങ്ങൾക്ക് നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷനാണ് എ എക്സ് ബാറിൻ്റെ എക്സ്പ്രഷൻ. അതുപോലെ ബി എക്സ് ബാർ എങ്ങനെ എഴുതാം? ഇതേ ഫോമുല തന്നെ എ വൈക്ക് പകരം ബി വൈ എന്ന് കൊടുത്തു, എ ഇസഡിന് പകരം ബി ഇസഡ് എന്ന് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ എ ഇസഡ് ബാർ അതിൻ്റെ എക്സ്പ്രഷൻ ട്രാൻസ്ഫോർമേഷൻ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ഇസഡ് ബാർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എ വൈ എഴുതിയ സ്ഥലത്ത് ബി വൈ എഴുതുക, എ ഇസഡ് എഴുതിയ സ്ഥലത്ത് ബി ഇസഡ് എഴുതുക, പ്ലസ് എ എക്സ് ബി എക്സ്. ബിക്കോസ് എ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ എക്സ് ആണ്, ബി എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് ആണ്. ഓക്കെ, സോ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. ദിസ് ഈസ് ഈസി ടു സിംപ്ലിഫൈ. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക, and simplify ചെയ്യുക, then you will get this expression. Okay, so നമ്മൾ തുടങ്ങിയത് എവിടെയായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഇൻ ദ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം ആണ്, ആൻഡ് ദാറ്റ് ഈസ് സെയിം ആസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഇൻ ദി ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റം.
So this means that the two-dimensional rotation matrix preserves the dot product. ഇനി ഇത് കൂടാണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ജനറൽ ആയിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ലുക്ക് അറ്റ് ദി മെട്രിക്സ് ഫോം ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ മെട്രിക്സ് ഫോം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ഡോട്ട് ബി എന്നുള്ളതിൻ്റെ മെട്രിക്സ് ഫോം എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ബി ആണ്. കാരണം എ എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് വിത്ത് എ എക്സ് എ വൈ എ ഇസഡ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ റോ മെട്രിക്സ്. ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഒരു കോളം മെട്രിക്സ് ആണ്. ബി എക്സ് ബി വൈ ബി ഇസഡ് ആണ്. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ഡോട്ട് ബി. ബിക്കോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എ എക്സ് ഇൻറ്റു ബി എക്സ് എ വൈ ഇൻറ്റു ബി വൈ പ്ലസ് എ ഇസഡ് ഇൻറ്റു ബി ഇസഡ്. സോ ദിസ് വിൽ ബി എ ഡോട്ട് ബി. സോ എ ഡോട്ട് ബി ഇൻ ദ മെട്രിക്സ് ഫോം വിൽ ബി എ ട്രാൻസ്പോസ് ബി. ഓക്കെ, ഇനി നമുക്ക് പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡോട്ട് പ്രോഡക്റ്റ് കാണണമെന്ന് വയ്ക്കാം. സോ എ ബാർ ഡോട്ട് ബി ബാർ ഇൻ മെട്രിക്സ് ഫോമിൽ നമുക്ക് എന്താ വരിക? എ ബാർ ട്രാൻസ്പോസ് ബി ബാർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം എ ബാർ എന്ന് പറഞ്ഞാൽ പുതിയ മെട്രിക്സ് എങ്ങനെ എടുക്കുന്നത്? മെട്രിക്സ് ഫോമിൽ റൊട്ടേഷൻ മെട്രിക്സ് ഇൻറ്റു ഓൾഡ് മെട്രിക്സ് എ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ട്രാൻസ്ഫോർമേഷൻ അല്ലേ. അതുപോലെ ബിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ബി ആണ്. ഇതെല്ലാം മെട്രിക്സ് ഫോമിലാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് മെട്രിക്സ് ഫോമിലുള്ള എ ബാർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ആർ ഇൻറ്റു എ അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കണം. അതുപോലെ ഇവിടെ ഉള്ളത് ആർ ഇൻറ്റു ബി ചെയ്യാം. ഓക്കെ, ആർ ഇൻറ്റു ബി ചെയ്യാം. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഇത് രണ്ടാമത്തിൻ്റെ ട്രാൻസ്പോസ് ആദ്യം എഴുതണം. അപ്പോൾ എ ട്രാൻസ്പോസ് എഴുതി, അതുപോലെ ആദ്യത്തിൻ്റെ ട്രാൻസ്പോസ് ആർ ട്രാൻസ്പോസ് ആർ ബി. ഓക്കെ, ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം റൊട്ടേഷൻ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. സോ the multiplication will give you identity. So this is identity matrix ആണ്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഈ 1നെ നമുക്ക് ഇവിടുന്ന് മാറ്റി എഴുതാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. സോ യു വിൽ ഗെറ്റ് എ ട്രാൻസ്പോസ് ബി. എ ട്രാൻസ്പോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അഗൈൻ എ ഡോട്ട് ബി ഇൻ ദി ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. സോ ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദ ടു ഡയമെൻഷണൽ ഓർ ഇൻ ജനറൽ ഇതിപ്പം ഇങ്ങനെയുള്ള ഒരു പ്രൂഫ് കൊടുക്കുകയാണെങ്കിൽ ടു ഡയമെൻഷണൽ ആവണമെന്നൊന്നുമില്ല. ഇറ്റ്സ് എ ജനറൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 ഡയമെൻഷനിൽ ദ റൊട്ടേഷൻ പ്രിസർവ്സ് ദി ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാം. Now coming to the second question. The second question is to find out the condition such that condition on the rotation matrix elements such that a 3-dimensional rotation matrix satisfies. Now coming back to the second question. So second question says we have to find out the condition on the elements of 3-dimensional rotation matrix Rij in order to preserve the length of vector A. Okay, so what do you mean by length of the vector A? How do you find the length of the vector A? So the length of the vector you can find out as A modulus of A equal to square root of ax square ay square az square. Okay, now if you take the square you will get this ax square plus ay square plus az square. Now preserving the length means this should be in the should be same in the old and new coordinate system. ഈ ഒരു ക്വാണ്ടിറ്റി പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിലും പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സെയിം ആയിരിക്കണം. ഇപ്പോൾ ഈ ക്വാണ്ടിറ്റി പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്ത് വരും? എ എക്സ് ബാർ സ്ക്വയർ പ്ലസ് എ വൈ ബാർ സ്ക്വയർ പ്ലസ് എ സെഡ് ബാർ സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി സെയിം ആസ് ദി ഓൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ആർ ഐ ജിയിലുള്ള കണ്ടീഷൻ എന്തായിരിക്കണം എന്നാണ് ചോദിച്ചത്. ഓക്കെ, ആർ ഐ ജിയിലുള്ള കണ്ടീഷൻ നമുക്ക് ഓൾറെഡി നമുക്കറിയാം. ഈ കണ്ടീഷനാണ് നമുക്ക് നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എഴുതിയ സമയത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആർ ട്രാൻസ്പോസ് ആർ റൊട്ടേഷൻ മെട്രിക്സ് ഓർത്തോഗണൽ ആയതുകൊണ്ട് ഐഡൻറ്റിറ്റി എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും ആറിലുള്ള കമ്പോണൻസിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ കണ്ടീഷൻ ഡിറൈവ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദ ലെങ്ത് സ്ക്വയർ ഇൻ ദി ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം. ലെങ്ത് സ്ക്വയർ എടുത്തു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ഇതിനെ കമ്പോണൻറ്റ് ഫോമിൽ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 3
ഇതിന് എ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എക്സ് ഇൻറ്റു എ എക്സ് ആണ്. അതുപോലെ തന്നെ ഈ ടേം എ വൈ ഇൻറ്റു എ വൈ, ഇത് എ വൈ ബാർ ഇൻറ്റു എ വൈ ബാർ, ഇത് എ സെഡ് ബാർ ഇൻറ്റു എ സെഡ് ബാർ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എ ഐ ബാർ ഇൻറ്റു എ ഐ ബാർ എന്ന് എഴുതി, വേർ ഐ ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം 1 to 3. സോ ഈ എ ഐ ബാറിനെ നമുക്ക് എ ഐ ബാർ എന്താണ്, നമുക്ക് വെക്റ്റർ ഫോമിൽ ഉള്ള എക്സ്പാൻഷൻ നമുക്കറിയാം, ആർ ഐ ജെ, അതായത് ജെ ഒരു സമ്മേഷൻ ഉണ്ട്, അത് ജെ ഇവിടെ ആയിരിക്കണം, ഇതും ജെ ആയിരിക്കണം, ഐ ഇവിടെ വരണം, ഫസ്റ്റ് ഇൻഡെക്സ് ഐ ആയിരിക്കണം. ഓക്കെ, സോ എ ഐ ബാറിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ എ ഐ ബാറിന് രണ്ടാമതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ സമ്മേഷൻ ജെ ആണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ സമ്മേഷൻ ഒന്ന് മാറ്റിയെടുക്കണം. ഓക്കെ, എ ഐ തന്നെയാണ് ഇവിടെ എഴുതുന്നത്, പക്ഷേ സമ്മേഷൻ ഇൻഡെക്സ് മാറ്റണം. ഈ ഐ എന്നുള്ള ഇൻഡെക്സ് മാറ്റാൻ പാടില്ല. ഓക്കെ, സോ ദിസ് ഇൻഡെക്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇൻഡെക്സസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കിപ്പോൾ ആദ്യം ഒരു സമ്മേഷൻ ഉണ്ട്, ഇത് എ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു സമ്മേഷൻ ഉണ്ട്, ഇവിടെ ഒരു 3 സമ്മേഷൻ വരും. അപ്പോൾ ഈ സമ്മേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ 2 സമ്മേഷൻ ഞാൻ ആദ്യം എഴുതി, ജെ കെ 1 to 3 എന്ന് എഴുതി. ഈ സമ്മേഷൻ ഞാൻ ഉള്ളിലേക്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് സമ്മേഷനായി ആർ ഐ ജെ, ഐയുടെ ടേം വരുന്ന എല്ലാം ഇതിനകത്ത് എഴുതി. ആർ ഐ ജെ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്, സോ ആർ ഐ കെ എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു എ ജെ എന്നുള്ളത് ഇവിടുന്ന്, എ കെ എന്നുള്ളത് ഇവിടുന്ന് എഴുതി. ഓക്കെ, നൗ ഈ ഒരു ടേം എപ്പോഴാണ് നമുക്ക് വേണ്ടത്, എ ജെ ഇൻറ്റു എ ജെ എന്നുള്ള ഫോമിലേക്ക് വരണം അല്ലേ, അപ്പോഴാണ് നമുക്ക് ഈ ഒരു ടേം കിട്ടുന്നത്. എ ജെ ഇൻറ്റു എ ജെ എന്ന് പറയുമ്പോൾ പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ലെങ്ത്താണ്. അപ്പോൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി, ഇൻസൈഡിലുള്ള ക്വാണ്ടിറ്റി ഒരു ഡെൽറ്റ ജെ കെ എന്നുള്ള ക്വാണ്ടിറ്റി ആയിരിക്കണം. ഡെൽറ്റ ജെ കെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി 1 ഇഫ് ജെ ഈക്വൽ ടു കെ. ജെയും കെയും ഈക്വൽ ആകുമ്പോൾ 1 ആവണം, ജെയും കെയും ഈക്വൽ അല്ലാത്തപ്പോൾ അത് 0 ആയിട്ട് മാറണം. അപ്പോൾ അങ്ങനത്തെ ക്വാണ്ടിറ്റി വരണം. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കണ്ടീഷൻ. അത് വരുന്ന സമയത്ത് ഇപ്പോൾ നോക്കാം, ഇപ്പോൾ ജെയും കെയും മാറിക്കൊണ്ടിരിക്കുക, ഇൻഡെക്സസ് മാറിക്കൊണ്ടിരിക്കുക. സപ്പോസ് ജെ ഈസ് 1 ആൻഡ് കെ ഈസ് 2, അപ്പോൾ ഈ ടേം 0 ആയി. ഓക്കെ, ഒരേപോലെ വരുന്ന സമയത്ത് മാത്രമേ ഇത് നോൺ സീറോ ആവുകയുള്ളൂ. അതായത് ജെ 1ഉം കെ 1ഉം ആണ്. ഓക്കെ, സോ എ ജെ എന്നുള്ള ഫോമിലേക്ക് വരുമ്പോൾ ഇത് ലെങ്ത് ഇൻ ദി old coordinate system. So you can say that the length of the vector A is preserved when the rotation matrix will be having elements which satisfies this condition, and this is also called the orthogonality condition, orthogonality of the rotational matrix. Okay, so ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷേ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് ചോദിച്ചതാണ്. അത് എഴുതുന്ന സമയത്ത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ എ എക്സ് ബാർ പ്ലസ് ബി എക്സ് ബാർ കൂടി ചേർത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. താങ്ക് യു.